Good morning everyone. Hope you all are understand yesterday classes and how we can create a class, how to define the data member and member functions in a class, etc. Okay, so in today's class we are starting a new topic, that is how to define a member function. You know that what is a member function and how to declare in a class section. That's all discussed in yesterday's class. So we can start today's session. Today's session we are discussing about how to define member function. Member function. Member functions can be defined in two places. One is outside the class, and another one is inside the class. Okay. അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ക്ലാസ്, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയ C++ പ്രോഗ്രാമിങ്ങിൽ ഒരു ക്ലാസ്സിനെ എങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ഒരു ക്ലാസ്സിൻ്റെ മെമ്പേഴ്സാണ് ഏതൊക്കെ മെമ്പർ ഫങ്ഷൻസും ഡാറ്റ മെമ്പേഴ്സും, അതിനെങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു മെമ്പർ ഫംഗ്ഷനെ ആക്ച്വലി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഒന്ന്, നിങ്ങൾ ഇന്നലെ ഡിക്ലറേഷൻ പാർട്ട് നിങ്ങൾ ഇന്നലെ ക്ലാസ്സിൻ്റെ സെക്ഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി മെമ്പർ ഫങ്ഷൻസ് നമ്മൾ ഒരു പ്രോഗ്രാമിൽ, ഒരു C++ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്തെ മെത്തേഡിന് പറയുന്നതാണ് ഔട്ട്സൈഡ് ദ ക്ലാസ് ഡെഫിനിഷനും, രണ്ടാമത്തെ മെത്തേഡിന് പറയുന്നതാണ് ഇൻസൈഡ് ദ ക്ലാസ് ഡെഫിനിഷനും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലാസ്സിൻ്റെ പുറത്ത് നമ്മൾ മെമ്പർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഒരു ക്ലാസ്സിൻ്റെ ഇൻസൈഡിൽ മെമ്പർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, defining member functions. As I already said, member functions of a class can be defined as outside the class definition and inside the class definition. In both the cases, the function body remains the same. However, the function header is different. അതായത് നമ്മൾ ഏത് ഔട്ട്സൈഡ് ദ ക്ലാസ് ഡെഫിനിഷൻ ആണെങ്കിലും ഇൻസൈഡ് ദ ക്ലാസ് ഡെഫിനിഷൻ ആണെങ്കിലും ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. കാരണം ഫംഗ്ഷൻ്റെ ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന കോഡ് എവിടെയാണെങ്കിലും സെയിം ആയിരിക്കണമല്ലോ. ജസ്റ്റ് അതിൻ്റെ ഹെഡർ അല്ലെങ്കിൽ നമ്മൾ ആ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന ആ പാർട്ടിനാണ് ഒരു ചെറിയ ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഹൗ to define a member function outside the class definition. അപ്പോൾ നിങ്ങൾ ഈ സിൻടാക്സ് നോക്കുക. ആദ്യം സിൻടാക്സ് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു മെമ്പർ ഫംഗ്ഷന് നമ്മുടെ ക്ലാസ്സിൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്യാനുള്ള സിൻടാക്സ് ആണ് റിട്ടേൺ ടൈപ്പ്, ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, പിന്നെ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ബോഡി ഓഫ് ദ മെമ്പർ ഫംഗ്ഷൻ. അതായത് എന്തിനായിരുന്നു നമ്മൾ ഒരു സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ കൊടുക്കുന്നത് എന്തിനായിരുന്നു? അതായത് ഒരു ഗ്ലോബൽ ഡാറ്റയെ, അതായത് ഒരു പ്രോഗ്രാമിൽ ലോക്കൽ ഡാറ്റാസ് ഉണ്ടാവും, ഗ്ലോബൽ ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ ഗ്ലോബൽ ഡാറ്റയ്ക്കും ലോക്കൽ ഡാറ്റയ്ക്കും സെയിം വേരിയബിൾ നെയിം ആണുള്ളതെങ്കിൽ ഗ്ലോബൽ ഡാറ്റയെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്കോപ്പ് റെസൊല്യൂഷൻ്റെ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഡിഫൈനിങ് മെമ്പർ ഫംഗ്ഷൻ ഔട്ട്സൈഡ് ദ ക്ലാസ്. ഓക്കെ, ഒരു ക്ലാസ്സിൻ്റെ പുറത്ത് മെമ്പർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഔട്ട്സൈഡ് ദ ക്ലാസ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊരു ഐറ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്ക് ക്ലാസ് ഐറ്റം എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ കുറച്ച് കോഡൊക്കെ കൊടുത്ത് നമ്മളതിനെ ഡിഫൈൻ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആ ക്ലാസ്സിൻ്റെ പുറത്ത്, സാധാരണ ഇവിടെയാണ് നമ്മൾ ഡാറ്റ മെമ്പർ ഫംഗ്ഷൻ കൊടുക്കുന്നത് ഈ ഒരു പോർഷനിൽ. ഇനി പുറത്ത് നമുക്ക് എന്ത് ചെയ്യണം? ആ
ആ ഒരു ക്ലാസ്സിൻ്റെ മെമ്പർ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് കൊടുക്കുക. ഇപ്പോൾ ഒരു ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വോയിഡ് റിട്ടേൺ ടൈപ്പ് വോയിഡോ ഇൻറ്റോ എന്തോ ആവാം. വോയിഡ് ക്ലാസ് നെയിം എന്താ ഐറ്റം, പിന്നെ എന്ത് കൊടുക്കണം ഒരു സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, പിന്നെ ഫംഗ്ഷൻ നെയിം. ഇപ്പോൾ ഗെറ്റ് ഡാറ്റയാണ് എൻ്റെ ഫംഗ്ഷനെങ്കിൽ ഗെറ്റ് ഡാറ്റ ഓഫ് അതിനുള്ളിൽ എന്തെങ്കിലും പാരാമീറ്റർ ഉണ്ടെങ്കിൽ പാരാമീറ്റർ കൊടുക്കാം. പാരാമീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നള്ളായിട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെ സെമിക്കോളൻ ഇടരുത്. ഇവിടെ നമുക്ക് ബോഡീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതും കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനെ ഔട്ട്സൈഡിൽ, അതായത് ഔട്ട്സൈഡ് ദ ക്ലാസ്സിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നിങ്ങളൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. വോയിഡെങ്കിൽ വോയിഡ് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. എന്തെങ്കിലും ഇപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്ത് ഇങ്ങനെ ഒരു കേളി ബ്രേസസിൻ്റെ ഉള്ള കുറച്ച് കോഡ്സ് ഒക്കെ കൊടുത്താൽ എന്തായി ഒരു ഫംഗ്ഷനായി. ഇത്രയല്ലേ ഉള്ളൂ ഫംഗ്ഷനെ സാധാരണ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾ സിയിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ജസ്റ്റ് ഒരു റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മളൊരു ക്ലാസ്സിലാണ് നമ്മളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, ക്ലാസ്സിൻ്റെ ഔട്ട്സൈഡിലാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് റിട്ടേൺ ടൈപ്പ് കൊടുക്കണം. അതിന് ശേഷം എന്ത് ചെയ്യും, റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ട് അതിന് ശേഷം ഏത് ക്ലാസ്സിൻ്റെ ആണോ നമ്മുടെ ഫംഗ്ഷന് ആ ഫംഗ്ഷൻ്റെ ഒരു മിനിറ്റ്, ആ ഫംഗ്ഷൻ്റെ ആ ക്ലാസ് നെയിം ഐറ്റാണ് ഐറ്റം, പിന്നെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. എന്നിട്ട് ഫംഗ്ഷൻ്റെ പേര് ഇവിടെ എന്തായിരുന്നു, ഡിസ്പ്ലേ ആണെങ്കിൽ ഡിസ്പ്ലേ ഓഫ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കോഡ് കൊടുക്കുന്നു. ക്ലിയർ ആയല്ലോ? സിമ്പിളാണ്. ആകെ നമ്മളൊരു അഡീഷണൽ ആയിട്ടൊരു സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇനി അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. ഡിഫൈൻ എ മെമ്പർ ഫംഗ്ഷൻ ഔട്ട്സൈഡ് എ ക്ലാസ് റിക്വയർസ് ദ ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ടു ബി പ്രൊവൈഡഡ് ഇൻസൈഡ് ദ ക്ലാസ് ഡെഫിനിഷൻ. അതായത് നമ്മൾ ഏത് ക്ലാസ്സാണോ, ഏത് ക്ലാസ്സിൻ്റെ മെമ്പർ ഫംഗ്ഷനാണോ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, അതിന് മുന്നേ ആ ക്ലാസ്സിൻ്റെ ഫംഗ്ഷൻ്റെ പേര് നമ്മൾ എവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ദ മെമ്പർ ഫംഗ്ഷൻ ഈസ് ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ക്ലാസ്. ലൈക്ക് ഒരു സാധാരണ നോർമൽ ഫംഗ്ഷൻ ഞാൻ നേരത്തെ കാണിച്ച പോലെയാണ് ഫംഗ്ഷനൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഔട്ട്സൈഡ് ദ ക്ലാസ്സിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, വി ആർ യൂസിങ് എ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ആൻഡ് ദ സിൻടാക്സ് ഈസ് ഗിവൺ ബിലോ. റിട്ടേൺ ടൈപ്പ് ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, ബോഡി ഓഫ് ദ മെമ്പർ ഫംഗ്ഷൻ. അതായത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലാസ് ബുക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഒരു ഫംഗ്ഷനാണ് വോയിഡ് ഗെറ്റ് ഡാറ്റ ഓഫ് char എ കോമ ഫ്ലോട്ട് ബി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയും, റിട്ടേൺ ടൈപ്പും ഫംഗ്ഷൻ നെയിമും പാരാമീറ്റർ ലിസ്റ്റും കഴിഞ്ഞിട്ട് ഒരു സെമി കോളൻ ഇടുന്നതിന് നമ്മൾ എന്താ പറയുക, ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറയും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പ്രോട്ടോടൈപ്പ് ഓക്കെ, അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് വെക്കണം. ആ ഫംഗ്ഷന് നമ്മൾ എപ്പോഴാണ് ഡിഫൈൻ ചെയ്യുന്നത്, പുറത്താണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എന്ത് കൊടുക്കണം, റിട്ടേൺ ടൈപ്പ്, ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ഫംഗ്ഷൻ നെയിം, അതിൻ്റെ പാരാമീറ്റർ ലിസ്റ്റ്. ഇവിടെ നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോഡിൽ കൊടുക്കാം. ക്ലിയർ ആയല്ലോ? സിമ്പിളാണ്. ഇനി അടുത്തത്, രണ്ടാമത് നമ്മളൊരു മെമ്പർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് ഇൻസൈഡ് ദ ക്ലാസ് ആണ്. ഇൻസൈഡ് ദ ക്ലാസ് എന്ന് പറയുമ്പം എ മെമ്പർ ഫംഗ്ഷൻ ഓഫ് എ ക്ലാസ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ഇൻസൈഡ് ദ ക്ലാസ്. ഹൗവർ വെൻ എ മെമ്പർ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻസൈഡ് ദ ക്ലാസ് നെയിം ആൻഡ് ദ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ആർ നോട്ട് സ്പെസിഫൈഡ് ഇൻ ദ ഫംഗ്ഷൻ ഹെഡർ. അപ്പം നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, ഒരു ഔട്ട്സൈഡ് ദ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഔട്ട്സൈഡ് ദ ക്ലാസ്സിലല്ല, ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ സാധാരണ നോർമൽ ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെ, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഇല്ല, ക്ലാസ് നെയിമും ഉണ്ടാവില്ല, ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം,
പാരാമീറ്റേഴ്സ് ലിസ്റ്റ്, ബോഡി ഓഫ് ദ ലൂപ്പ്. സാധാരണ ഫംഗ്ഷൻ്റെ ബോഡി അല്ല ഡെഫിനിഷൻ പാർട്ട് എങ്ങനെയാണോ അതുപോലെ ഉണ്ടാവുക. ഇവിടെ എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ക്ലാസ് ബുക്ക്, ക്യാർ ടൈറ്റിൽ ഓഫ്, അതായത് ഇതൊക്കെ എന്താ ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയും. ഇത് ഡാറ്റ മെമ്പേഴ്സ് ആണ്, ഡാറ്റ മെമ്പേഴ്സ്. ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, ഗെറ്റ് ഡാറ്റ ഓഫ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചെയ്യുന്നത് ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഇനി അടുത്തത് നമുക്ക് ഒരു പുട്ട് ഡാറ്റ ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസൈഡ് ദ ക്ലാസ് എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം? ജസ്റ്റ് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ബോഡി ഓഫ് ദ ലൂപ്പ്. ഇതെന്താ ബോഡി ഓഫ് ദ ലൂപ്പ്. ഓക്കെ, സാധാരണ ഫംഗ്ഷനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ? നോക്ക്, ഇവിടെ നമ്മൾ ക്ലാസ് ഡിക്ലെയർ ചെയ്തു, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ് എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്? ഇവിടെയല്ലേ. അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നോർമൽ ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം കൊടുക്കുക, അതിൻ്റെ ബോഡി കൊടുത്താൽ മതി. ഔട്ട്സൈഡിലാണെങ്കിൽ എന്ത് ചെയ്യണം? റിട്ടേൺ ടൈപ്പ് കഴിഞ്ഞ് ക്ലാസ് നെയിം കഴിഞ്ഞൊരു സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, അത്രയും കാര്യങ്ങൾ അതിൽ എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇവിടെ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, റിട്ടേൺ ടൈപ്പും ഫംഗ്ഷൻ്റെ നെയിമും ഇത്രയേ ഉള്ളൂ. നേരത്തെ ആണെങ്കിലോ, അതായത് നമ്മൾ ഔട്ട്സൈഡിലാണെങ്കിൽ റിട്ടേൺ ടൈപ്പ് വേണം, ക്ലാസ് നെയിം വേണം, പിന്നെ എന്ത് ചെയ്യണം? സ്കോപ്പ് റെസൊല്യൂഷൻ വേണം, എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഫംഗ്ഷന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മളൊരു ഫംഗ്ഷനിൽ കോള് വരുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിൽ നിന്ന് എന്ത് ചെയ്യണം? CPU അല്ലെങ്കിൽ നമ്മുടെ കമ്പൈലർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളിൽ നിന്ന് ഡെഫിനിഷനിലേക്കോ ഡിക്ലറേഷനിലേക്കോ ഒക്കെ ഇങ്ങനെ ആ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് കുറേ ടൈം എടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ ടൈം എടുക്കുന്ന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇൻലൈൻ കീവേഡ് വെച്ചിട്ട് അതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ ഇൻലൈനാക്കി വെക്കുന്നത്. അങ്ങനെ ഉള്ള ഫംഗ്ഷനല്ലോ നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസൈഡ് ദ ക്ലാസ്സിൽ ദ മെമ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ഇൻസൈഡ് ദ ക്ലാസ് ഡെഫിനിഷൻ ആർ ബൈ ഡിഫാൾട്ട് ഇൻലൈൻ ഫംഗ്ഷൻ. അതായത് നമ്മൾ വലിയ പ്രോഗ്രാം, അത് ഫോർ ലൂപ്പും സ്വിച്ച് കേസൊക്കെ വെച്ചിട്ട് വലിയ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻസൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? അതിനെ ഇൻലൈനാക്കി വെക്കാറില്ല എന്ന് പറഞ്ഞു. ഇനി C++ൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ബൈ ഡിഫാൾട്ട് എന്തായിരിക്കും? ഇൻലൈൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫാൾട്ടിൽ അത് ഇൻലൈനായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻലൈൻ്റെ നമ്മൾ എന്ത് ചെയ്യണ്ട? ഇൻലൈൻ്റെ കീവേഡ് കൊടുക്കാണ്ട് തന്നെ എന്തായിട്ടാണ് കമ്പൈലർ എടുക്കുന്നത്? ഒരു ഫംഗ്ഷൻ്റെ അതൊരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതൊക്കെ ബൈ ഡിഫാൾട്ട് ഇൻലൈൻ ആയിരിക്കും. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ വൺ വേർഡൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ബൈ ഡിഫാൾട്ട് ദ ക്ലാസ് മെമ്പർ ഫംഗ്ഷൻ ഇൻസൈഡ് എ ക്ലാസ് ഡെഫിനിഷൻ ഈസ് ഡാഷ് എന്നൊക്കെ ചോദിക്കാം. ഇൻലൈനാണ്. ഓക്കെ, ഇൻലൈനാണ്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഒരു ക്ലാസ്സിലുള്ള മെമ്പർ ഫംഗ്ഷനെ ഇൻസൈഡ് ദ ക്ലാസ്സും ആസ് വെൽ ആസ് ഔട്ട്സൈഡ് ദ ക്ലാസ്സും എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എക്സാമ്പിളും പറഞ്ഞു. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി ഇൻലൈൻ്റെ കാര്യം കൂടി പറഞ്ഞില്ല. അതായത് ഇൻലൈൻ ബൈ ഡിഫാൾട്ട് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഫങ്ഷൻസൊക്കെ എന്തായിരിക്കും? ഇൻലൈൻ ആവുന്നു പറഞ്ഞു. ഇനി നമുക്കൊരു ക്ലാസ് ഔട്ട്സൈഡ് ദ ക്ലാസ്, അതായത് നമ്മൾ നേരത്തെ ഇപ്പോൾ ഔട്ട്സൈഡ് ദ ക്ലാസ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തില്ലേ, അതുപോലെയുള്ള ഫംഗ്ഷനെ നമുക്ക് ഇൻലൈൻ ആക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഡിഫൈൻ ദ ഫംഗ്ഷൻ ഔട്ട്സൈഡ് ദ ക്ലാസ് ആസ് ഇൻലൈൻ. അതാണ് മൂന്നാമത്തെ ടോപ്പിക്ക്. എങ്ങനെ നമുക്ക് ഒരു ഫംഗ്ഷൻ പുറത്തുള്ള ഫംഗ്ഷനെ ഇൻലൈൻ ആക്കാം? സിമ്പിളല്ലേ? നമ്മൾ നേരത്തെ ഇൻലൈൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കീവേഡും കൂടി അഡീഷണൽ കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. Making an outside function inline. We can define a member function outside the class definition and still make it inline by just using the qualifier inline in the header line of the function definition. നമ്മൾ എവിടെയാണോ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ഇൻലൈൻ എന്ന് പറയുന്ന കീവേഡ് മാത്രം കൊടുത്താൽ മതി. നമ്മൾ എങ്ങനെ ഒരു ഫംഗ്ഷനെ പുറത്തേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒരു റിട്ടേൺ ടൈപ്പും ഒരു റിട്ടേൺ ടൈപ്പും ക്ലാസ് നെയിമും സ്കോപ്പ് റെസൊല്യൂഷൻ ഗെറ്റ് ഡാറ്റ കൊടുത്താൽ അതിനെ ഡിഫൈൻ ചെയ്തു പുറത്ത്. ഇനി അതിന് ഇൻലൈനും കൂടി ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻലൈൻ എന്ന് പറയുന്ന കീവേഡും കൂടി കൊടുത്താൽ എന്തായി? ആ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇൻലൈനാക്കി മാറ്റാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങളൊന്നും കൂടി നോക്കാം. ഇനി എവിടെയെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പം ടുഡേയ്സ് ക്ലാസ് വി ആർ ഡിസ്കസ് അബൌട്ട് how to define member function outside the class definition, inside the class definition, and how
ടു മേക്ക് ആൻ ഔട്ട്സൈഡ് ഫങ്ഷൻ ഇൻ ലെയിൻ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. താങ്ക് യു.